വടക്കിഴക്കൻ സംസ്ഥാനത്ത് ഉള്ളവരെ വംശീയപരമായി അധിക്ഷേപിക്കാൻ ചൈനീസ് എന്ന് വിളിക്കാറുണ്ട്. ഒരുപക്ഷെ മംഗോളിയൻ വംശജരുടെ പിന്തലമുറക്കാരായിരിക്കാം ചൈനയും ഇല്ലെങ്കിൽ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളും മലേഷ്യയും സിംഗപ്പൂരും അടക്കമുള്ളിടത്ത ഇടങ്ങൾ. അവരുടെ രൂപഭംഗിയോ ഇല്ലെങ്കിൽ ആകാരവടിവോ വെച്ചുകൊണ്ടാണ് അവരെ ചൈനീസ് എന്ന് വിളിച്ച് കളിയാക്കാറുള്ളത്. ഇപ്പോഴത് കുറച്ചുകൂടി കത്തിയിരിക്കുന്നു, വിവാദമായി മാറിയിരിക്കുന്നു. തേജസ്വി യാദവ്, ബീഹാറിന്റെ മുൻ മുഖ്യമന്ത്രിയാണ് തേജസ്വി യാദവ്, ഹിമന്ത് ബിശ്വ ശർമ്മയെ വിശേഷിപ്പിച്ചത് യോഗിയുടെ ചൈനീസ് പതിപ്പെന്നാണ്. ഇതോടുകൂടിയാണ് ഇത് വിവാദം വലിയ രീതിയിൽ തന്നെ ആളിപ്പടരുന്നത്. സാം പിത്രാഡ മുമ്പ് ഇതേ വാക്ക് തന്നെ ഉപയോഗിച്ചിരുന്നു. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ളവർ ചൈനയുടെ ആളുകളാണ് എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഹിമന്ത് ബിശ്വ ശർമ്മയെ ചൈനീസ് എന്ന് വിളിച്ചുകൊണ്ട് ഇപ്പോൾ തേജസ്വി യാദവ് രംഗത്തെത്തുന്നത്. BJP ശക്തമായ പ്രതിഷേധം. കാരണം ഒരു വംശീയ അധിക്ഷേപമായിട്ട് തന്നെയാണ് ഇതിനെ കാണാൻ കഴിയുക എന്ന് BJP പറയുന്നു. കാരണം വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ളവരെ കളിയാക്കുവാനായിട്ട്, വംശീയമായി അധിക്ഷേപിക്കുവാനായിട്ട് ഇത്തരം വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. ഏതായാലും ഹിമന്ത് ബിശ്വ ശർമ്മയ്ക്കെതിരെയാണ് തേജസ്വി യാദവ് യോഗിയാകാൻ വേണ്ടി ശ്രമിക്കുന്ന ചൈനക്കാരൻ എന്ന് വിളിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.